അങ്ങനെ മഞ്ഞുമൽ ബോയ്സിൻ്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ തകർത്തുകൊണ്ട് എമ്പുരാൻ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. വേൾഡ് വൈഡിൽ നിന്നും മലയാളത്തിലെ ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമയായിട്ട് എമ്പുരാൻ മാറിയത് വെറും 10 ദിവസങ്ങൾ കൊണ്ടാണ്. ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ മിക്സ്ഡ് റിവ്യൂസ് വെച്ചൊരു സിനിമ മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിട്ടില്ല. പലതരത്തിലുള്ള വിവാദങ്ങളിലും എമ്പുരാൻ പെട്ടെങ്കിലും പ്രേക്ഷകർ സിനിമ കൈവിടാത്തത് കൊണ്ട് തന്നെ സിനിമ ഈ ലെവലിലേക്കൊക്കെ എത്തി. 2000 മുതൽ 2025 വരെയുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലാലേട്ടന് 5 ഇൻഡസ്ട്രി ഹിറ്റാണ് ഉള്ളത്. അതിലൊന്ന് മൾട്ടി സ്റ്റാർ ചിത്രമാണ്. ആ 5 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2000-ൽ നരസിംഹം, 2008-ൽ 2020 മൾട്ടി സ്റ്റാർ സിനിമ, ദൃശ്യം 2013, 2016-ൽ പുലിമുരുകൻ, അങ്ങനെ 2025-ൽ എമ്പുരാൻ. എന്തായാലും എമ്പുരാൻ സിനിമയ്ക്ക് ശേഷം വരുന്ന ലാലേട്ടൻ്റെ അടുത്ത റിലീസ് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരുമാണ്. എന്തായാലും ആ ഒരു സിനിമ ഇനി എന്തൊക്കെ റെക്കോർഡുകൾ ഇടുമെന്ന് കണ്ടു തന്നെ അറിയാം. കൂടുതൽ ലാലേട്ടൻ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.